ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു എന്ന്. കൊറോണ വന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പേരുടെ മരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കുടുംബങ്ങൾ അനാഥമായത് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്ന് ഓർത്തു നോക്കിയേ, ജീവിതത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളിൽ കർത്താവ് നട്ടതുകൊണ്ട് മാത്രം വെള്ളവും വളവും കിട്ടി സമാധാനത്തിൻ്റെ തികവിൽ ജീവിക്കാൻ കഴിഞ്ഞവരായിരിക്കും ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എപ്പോഴും ഉള്ളതിൻ്റെ ഒരു വീതം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുമ്പോൾ, എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ജീവിതത്തിൻ്റെ നടുക്കുകൂടി വിള്ളലുകൾ വീഴുന്ന സാഹചര്യത്തിൽ അതൊന്ന് തുന്നിച്ചേർക്കാൻ സഹായിക്കുമ്പോഴൊക്കെ എന്നെ സ്നേഹിക്കുന്നവരും എന്നെ കരുതുന്നവരും എൻ്റെ ഉറ്റവരും ഉടയവരെന്ന് ഞാൻ വിശ്വസിക്കുന്നവരുമായ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയും, നീ ഇങ്ങനെ കൈയയച്ച് മറ്റുള്ളവരെ സഹായിക്കരുത്, നിനക്ക് വേണ്ടി ഒരല്പമെങ്കിലും കരുതി വെക്കണം എന്നൊക്കെ. അവർ പറയുന്നതിലെ സത്യവും നന്മയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും ഞാൻ അറിയാതെ വീണ്ടും എനിക്കുള്ളത് വീതം വെക്കാൻ തയ്യാറാകും. കാരണം എനിക്കിന്നുള്ളതൊന്നും എൻ്റേതല്ല എന്നത് തന്നെ. മറ്റുള്ളവരുടെ ത്യാഗവും വിയർപ്പും മറ്റുള്ളവരുടെ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കുറച്ച് അംശങ്ങൾ ചേർത്ത് അവരെനിക്ക് കെട്ടിപ്പടുത്തു തന്നതാണ് ഇന്ന് ഞാൻ എൻ്റേതെന്ന് കരുതി സുഖിച്ചു വാഴുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ അതിലുള്ള അവകാശം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്കുണ്ട് എന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിച്ച ലെബനോനിലെ ദേവദാരുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നത് കൊണ്ട് അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു, കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു. ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ്. ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് തൻ്റെ അസ്തമയം അറിയാം. അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു, രാത്രിയാക്കുന്നു. അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു. യുവസിംഹങ്ങൾ ഇരയ്ക്ക് വേണ്ടി അലറുന്നു. ദൈവത്തോടവ ഇര ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു. അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു. സന്ധ്യോളം അവർ അധ്വാനിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. പറയുന്നുണ്ട്, യുവസിംഹങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞാലും ഞാൻ നിന്നെ നോക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ പരസ്പരം പങ്കുവെക്കുമ്പോഴാണ് ഈശോയുടെ കാരുണ്യം നമ്മളിൽ പൂർണ്ണമാകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഉണ്ടാക്കിയിരിക്കുന്നതും ഉണ്ടായിട്ടുള്ളതുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ സങ്കടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഇടങ്ങൾ ചേർന്നതാണെന്ന് മനസ്സിലാക്കി പരസ്പരം പങ്കുവെക്കുവാനും സ്നേഹത്തോടെ ജീവിക്കുവാനും സമാധാനത്തിൻ്റെ തികവിൽ നമ്മുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കുവാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ഈശോ ഇന്നത്തെ ദിവസം പ്രദാനം ചെയ്യട്ടെ. ആമേൻ.